ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. മൂന്നാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കും. 6 ആഴ്ചയാണ് അന്വേഷണത്തിന് ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സാവകാശം തേടും. അന്വേഷണത്തിലെ നിലവിലെ സാഹചര്യവും തുടർ നടപടികളും അടച്ചിട്ട കോടതി മുറിയിൽ ബെഞ്ചിനെ അറിയിക്കും. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ കൈകളിലേക്ക് എത്തുന്നു. മൂന്നാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ എത്തുന്നത്. അത് മുദ്രവെച്ച കവറിൽ നിയമപരമായി നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രോട്ടോകോൾ പ്രകാരം അത് സമർപ്പിക്കും. 6 ആഴ്ചയായിരുന്നു അന്വേഷണത്തിന് ഹൈക്കോടതി സമയം അനുവദിച്ചിരുന്നത്. എന്തായാലും ഈ കാലാവധി പൂർത്തിയായൊരു സാഹചര്യം കൂടിയുണ്ട്. അന്വേഷണവും കൂടി പൂർണ്ണമായും അത് ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും ഉന്നതരുണ്ടെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ആ അന്വേഷണം ഒന്ന് പൂർത്തിയാക്കാൻ കൂടുതൽ സാവകാശം പ്രത്യേക അന്വേഷണ സംഘം തേടുമെന്നുള്ളതാണ് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ നിലവിലെ സാഹചര്യവും തുടർ നടപടികളുമൊക്കെ തന്നെ കോടതി നടപടികളുമൊക്കെ തന്നെ അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയായിരിക്കും നടക്കുക. ഈ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും ഈ ബെഞ്ചിനെ പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണത്തിലെ പുരോഗതി അറിയിക്കുക. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള നീക്കങ്ങളും നടപടികളുമൊക്കെ ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലാണ് സ്വീകരിച്ച് പോകുന്നത്. ഇന്നിപ്പോൾ അന്വേഷണ പുരോഗതി എത്തുമ്പോൾ എന്തൊക്കെ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതും കൂടിയുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇതുവരെ അന്വേഷണം എത്തി നിൽക്കുന്നത് എ പത്മകുമാർ വരെയാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉന്നതൻ എന്ന് പറയുന്നത്, ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 2 ഉന്നതരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് മുൻ എം എൽ എയും ഒക്കെ തന്നെ മുൻ എം എൽ എ ആയ എ പത്മകുമാർ ആണ്. എ പത്മകുമാർ റിമാൻഡിൽ തുടരുകയാണ്. എ പത്മകുമാറിൻ്റെ മൊഴികളും പ്രധാനമാണ്. താൻ മാത്രമല്ല, താൻ പ്രതിയാവുകയാണെങ്കിൽ ഒപ്പം ദേവസ്വത്തിലെ പല ഉദ്യോഗസ്ഥരും പ്രതികളാകും. താൻ ഒറ്റയ്ക്കല്ല, കൂട്ടുത്തരവാദിത്വം എന്നുള്ള ആ വാക്ക് അതിപ്പോഴും നിലനിൽക്കുന്നു. മൂന്നാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പരാമർശങ്ങളും പത്മകുമാറിൻ്റെ വാദവും മൊഴിയും എൻ വാസുവിൻ്റെതടക്കമുള്ള പ്രധാനപ്പെട്ട പല മൊഴികളും ഉണ്ടാവും. അതോടൊപ്പം പുറത്തു വരാത്ത അത്രത്തോളം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈകളിൽ നിന്ന് പുറത്ത് കടക്കാത്ത നിരവധി മൊഴികളും ഒക്കെ തന്നെ അതിലുണ്ടാകും. ജനങ്ങളിലേക്ക് എത്താത്ത, മാധ്യമങ്ങളിലേക്ക് എത്താത്ത നിരവധി പരാമർശങ്ങളും ഒക്കെ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുണ്ടാവും. ആ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലെ അതിനെ സംബന്ധിച്ച് എന്താണ് ആ അന്വേഷണ പുരോഗതിയിൽ ഇതുവരെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാൻ പറ്റും. എന്തായാലും അടച്ചിട്ട മുറിയിലാണ് ഇന്നിപ്പോൾ ബെഞ്ചിനെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം.